എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 3rd സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ 3rd സെമസ്റ്ററിൽ നിങ്ങൾക്ക് 2 പേപ്പറാണ് എക്സാം വരുന്നത്. ഒന്ന് വന്നിട്ട് ആദ്യത്തെ ദിവസത്തെ എക്സാം എന്ന് പറയുന്നത് മൈക്രോബയോളജിയും പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റി എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റ്. അപ്പോൾ ഇത് ഓൾറെഡി പഴയ സിലബസ് പ്രകാരമാണെങ്കിൽ മൈക്രോബയോളജിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷേ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കുറച്ചുകൂടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആസ്പെക്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് മൈക്രോബയോളജിയിൽ നിന്നും കുറച്ച് പോർഷൻസ് സെപ്പറേറ്റ് ചെയ്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റി എന്നുള്ള മറ്റൊരു സബ്ജക്റ്റ് ആക്കി മാറ്റിയത്. അപ്പോൾ ഈ 2 സബ്ജക്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 75 മാർക്കിൻ്റെ നിങ്ങളുടെ ഫസ്റ്റ് ഡേയിലുള്ള യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. സെയിം ലൈക്ക് നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സബ്ജക്ട്സുകൾ പോലെ തന്നെ, നിങ്ങൾ കഴിഞ്ഞ സെമ്മുകളിൽ എഴുതിയ സബ്ജക്ട്സുകൾ പോലെ തന്നെ ഇവിടെയും ഒരു പേപ്പറിനകത്ത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2ആയിട്ട് പാർട്ട് എ എന്ന്, അതായത് സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നുള്ള രീതിയിൽ 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സെക്ഷൻ എ എന്ന് പറയുന്നത് മൈക്രോബയോളജിയാണ് കേട്ടോ. അടുത്ത സെക്ഷൻ ബി എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഇൻക്ലൂഡിങ് സേഫ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം വരുന്നത്, അതായത് 3rd സെമസ്റ്റർ എക്സാം ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളോ അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളിൽ എഴുതിയിട്ട് തോറ്റുപോയി അല്ലെങ്കിൽ സപ്ലി എഴുതാൻ നിൽക്കുന്ന കുട്ടികൾക്കോ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് നിങ്ങളുടെ എക്സാം എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള നല്ലൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ, അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ രീതിയിൽ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നേരിടണമെന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ എപ്പോഴും ഞാൻ നമ്മുടെ കോഴ്സിലുള്ള കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കണ്ടന്റുകളും പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ നേരിടാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എക്സാം എന്താണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്ര പേജസ്, ഇത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിന് എത്ര പേജസ് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ HIV കുറിച്ച് മൈക്രോബയോളജിയിൽ ഒരു മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള, ഒരു പെത്തോജനിക് ഓർഗാനിസം ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെത്തോജനിക് ഓർഗാനിസം ആയിട്ടുള്ള HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് അവിടെ essay ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു essay ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതണം, ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അത് തിരിച്ചറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. HIV വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് മൈക്രോബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കടൽ പോലെ കണ്ടൻസ് അതിനകത്തുണ്ട്. കാരണം നമ്മളൊരു മൈക്രോബയോളജിസ്റ്റ് പഠിക്കുന്ന അത്രയും ലെവലിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് അത്, എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ റെസിസ്റ്റൻസ് പവർ അതിനുണ്ട്, എന്താണ് അതിൻ്റെ മോർഫോളജി, എങ്ങനെയാണ് അത് ഡിസീസ് പരത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് അവിടെ ഉണ്ടാകുന്നത്, എന്തൊക്കെ ഡിസീസസ് ആണ് അവിടെ ഉണ്ടാകുന്നത്, ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഒരു മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെയല്ല, ആ ഒരു മൈക്രോബയോളജിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ്, ഓരോ ജീനുകളും എല്ലാം അവിടെ അവർക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ടതില്ല. എന്നാൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുക 1-2 ആസ്പെക്റ്റുകൾ മാത്രമായിരിക്കും. ആ 2 ആസ്പെക്റ്റുകൾ മാത്രം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ എസ്സേക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുമില്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കണ്ടന്റുകൾ നമുക്കവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം, എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമുക്ക് ഇൻവിജിലേറ്റേഴ്സ് അല്ലെങ്കിൽ എക്സാമിനേഴ്സിന് കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ കണ്ടന്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നിങ്ങളുടെ കോഴ്സ്, അതായത് 3rd സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കേരള യൂണിവേഴ്സിറ്റിയിലാണ് യൂഷ്വലി മറ്റേത് യൂണിവേഴ്സിറ്റിയെക്കാളും ആദ്യം എക്സാം വരാറ്. കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഏപ്രിൽ ലാസ്റ്റോട് കൂടിയാണ് നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ ഷെഡ്യൂൾ ഉണ്ട്. അതും പ്രകാരം നിങ്ങൾക്ക് ഏപ്രിൽ ലാസ്റ്റിലാണ് എക്സാം വരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ 2 മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു സമയം. അതായത് 60 ദിവസത്തെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കണം. ആ ഒരു 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം ഉറപ്പായിട്ടും, മറ്റൊരു മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ദിവസം മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോളുമാണ് എക്സാമെങ്കിൽ, രണ്ടാമത്തെ മറ്റൊരു എക്സാം എന്ന് പറയുന്നത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 ആണ്. അതായത് നമ്മൾ അനാട്ടമിയും ഫിസിയോളജിയും ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗും പിന്നെ ബയോകെമിസ്ട്രിയും ന്യൂട്രീഷനും പഠിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു 3rd സെമ്മിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠിച്ചു. അപ്പം നമ്മുടെ നോർമലി ഉള്ള ശരീരത്തിൽ ഈ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് ഇൻവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളിലോട്ട് എത്തിച്ചേരുന്നത്, അതെങ്ങനെയാണ് അതവിടെ റിയാക്ട് ചെയ്യുന്നത്, അതെന്തൊക്കെ ഡിസീസസ് ഉണ്ടാക്കുന്നു, അത് മൈക്രോ ഓർഗാനിസത്തിന് മാത്രമല്ല അല്ലാതെയും സ്ട്രക്ചറലിയും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമുണ്ട്. അവയൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇന്ന് നമുക്ക് ആദ്യത്തെ സെഷൻ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. പകരം നിങ്ങളുടെ മൈക്രോബയോളജിയുടെ ആദ്യത്തെ സെഷനായിട്ടുള്ള MCQനെ കുറിച്ച് നോക്കാം.
നിങ്ങൾക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതേ പാറ്റേണിലുള്ള എക്സാം നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 75 മാർക്കിൽ 37 മാർക്ക് മൈക്രോബയോളജിയിലും 38 മാർക്ക് ഇൻഫെക്ഷൻ കൺട്രോളിലുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് സെപ്പറേറ്റ് നിങ്ങൾ പാസ്സാകേണ്ട ആവശ്യമില്ല. രണ്ടും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ 75ന്റെ 50%, അതായത് 38 മാർക്ക് നിങ്ങൾ വാങ്ങേണ്ടത് എക്സാമിന് പാസ്സാകാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ കോമൺ ആയിട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട്, മാം എനിക്ക് മൈക്രോബയോളജിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നാൽ ഞാൻ പാസ്സാകുമോ? തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാകും. രണ്ടിനും കൂടെ ചേർത്ത് നിങ്ങൾ 50% മാർക്ക് അവിടെ നേടിയാൽ മതി. ഇനി ഈ രണ്ട് സബ്ജക്ട്സിനെ വെച്ച് കമ്പയർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, പൊതുവെ കുട്ടികൾ പറയുന്ന ഒരു അഭിപ്രായം, മൈക്രോബയോളജി പഠിക്കാൻ ഇച്ചിരി ടഫും ഒരുപാട് ടോപ്പിക്സും ഉണ്ട്. എന്നാൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ അങ്ങനെയല്ല. നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് അവിടെ പഠിക്കാനുള്ളത്. അതും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഇൻഫെക്ഷൻ കൺട്രോളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞ കുറച്ച് സമയം മതി നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പഠിക്കാൻ. അതൊന്ന് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ സ്കോർ അവിടെ കൂട്ടാൻ അത് നിങ്ങളെ സഹായിക്കും. എന്നാൽ ഇൻഫെക്ഷൻ കൺട്രോൾ മാത്രം പഠിച്ചാൽ നിങ്ങൾ പാസ്സാകുമോ? ഇല്ല, മൈക്രോബയോളജിയും കൂടെ പഠിച്ചാലേ പാസ്സാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷനായിട്ടുള്ള മൈക്രോബയോളജിയിലോട്ടൊന്ന് പോകാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ 6 MCQs ചോദിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, MCQs സ്കോർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ടോട്ടൽ സ്കോർ കൂട്ടുന്നതിന്, ടോട്ടൽ പെർസെൻറ്റേജ് കൂട്ടുന്നതിന് നിങ്ങളിത് വളരെയധികം സഹായിക്കും. ആർക്കാണ് ഈ MCQs നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും MCQs നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതല്ല, ഷോർട്ട് നോട്ട്സുകൾ മാത്രം വെച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് MCQ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ MCQ മാത്രമല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 10 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അടുത്തൊരു സെക്ഷൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നീറ്റായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കണ്ടന്റ് അവിടെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ അറിയണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് കൊണ്ട് എല്ലാ കണ്ടന്റുകളും ഒന്ന് വായിച്ചു നിങ്ങൾ പോകും. അപ്പോൾ അതുകൊണ്ട് ഏത് തരം ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷനോട്ടൊന്നും പോകുന്നില്ല. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ക്ലാസ് മാത്രമല്ല, ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എക്സാമിന് സഹായിക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡെഫിനറ്റ്ലി ഓരോ പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലും നമ്മുടെ ട്യൂഷൻ ക്ലാസ്സസിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അവരിൽ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് അവർക്ക് ഉപകാരകരം ആയിരിക്കും. ആദ്യം നമുക്ക് MCQലോട്ട് പോകാം. ഇവിടെ നോക്കൂ, ആദ്യത്തെ സെഷനിൽ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. 3 മണിക്കൂറാണ് ടോട്ടലി എക്സാം എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണം. ആവശ്യമുള്ള എല്ലാ കണ്ടന്റുകളും എഴുതണം. MT സ്പേസസ് ഒന്നും ഇടയ്ക്ക് ലീവ് ചെയ്യരുത്. എന്നാൽ ആൻസറുകൾക്കിടയിൽ ആവശ്യത്തിനുള്ള സ്പേസ് വിട്ട് വേണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. സെക്ഷൻ A എന്ന് പറയുന്നതും B എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തമ്മിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ മിക്സ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്ന നിങ്ങളുടെ MCQ ആണ്. ഒന്നാമത്തെ MCQ ഒന്ന് നോക്കൂ. മൾട്ടിപ്പിൾ ചോയ്സ് 6 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് antiseptic surgery is very important question. Many time they asked. എല്ലാ യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ KUH സാർക്ക് മാത്രമായിട്ടുള്ളതല്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. ഇതെല്ലാം നിങ്ങളുടെ കോളേജസിലും പഠിപ്പിക്കുകയും നിങ്ങൾക്കും ഇതേ പ്രകാരം ഇതേ ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്കും ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൈക്രോബയോളജിയുടെ തന്നെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ നിന്നാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: A. റോബർട്ട് കോച്ച്, B. എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ C. ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ D. ജോസഫ് ലിസ്റ്റർ. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടും ഒരുപാട് തവണ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചിട്ടുള്ളതും ആയിരിക്കും. എന്നാൽ ഈ ഒരു പോയിന്റ് മാത്രമല്ല നിങ്ങളിവിടെ പഠിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ തന്നെ കുറിച്ച് വെച്ചോളൂ. ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയില്ല എങ്കിലും 5 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. പകരം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഈ പോർഷനിൽ നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. ഈ ഓപ്ഷനിൽ പറഞ്ഞ ഓരോ വ്യക്തികളും
ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മൈക്രോബയോളജിക്ക് കൊടുത്തിട്ടുണ്ട്. റോബർട്ട് കോച്ചിൻ്റെ കോച്ച് പോസ്റ്റ്ലേറ്റ്സ്, വാക്സിൻസ്, ലൂയിസ് പാസ്റ്ററിൻ്റെ വാക്സിൻസ്, ലൂയിസ് പാസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻസ്, എഡ്വേർഡ് ജെന്നറിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ജോസഫ് ലിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ആൻഡൻ വോൺ ലീവൻ ഹുക്കിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ ഒരുപാട് മൈക്രോബയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ജോസഫ് ലിസ്റ്റർ ആണ്. അതായത് പണ്ട് കാലത്ത് സർജറി നടന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഹൈജീൻ അല്ലെങ്കിൽ ഒരു സ്റ്റെറിലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം പോസ്റ്റ് പ്രൊസീജിയർ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. എത്ര തന്നെ സർജറി സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടും സർജറി കഴിഞ്ഞ് ഉള്ള ഇൻഫെക്ഷൻസ് അവർക്ക് തടയാൻ പറ്റിയില്ല. അങ്ങനെ ആൻറ്റിസെപ്റ്റിക് സർജറി, അതായത് ഹൈജീനിക് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു സർജറി എന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് മുന്നോട്ട് വച്ചത് ആരായിരുന്നു? ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പറയുന്നു? ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ പോയിന്റ്സും നിങ്ങൾ പഠിക്കുക. ഇവിടെ ജോസഫ് ലിസ്റ്ററിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം. ഒരു പ്രൊഫസർ സർജറിയാണ്. ഗ്ലാസ്ഗോ റോയൽ ഇൻഫർമറിയുടെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്, അതായത് നമ്മുടെ ലൂയിസ് പാസ്റ്ററിൻ്റെ വർക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തത്. ആൻറ്റിസെപ്റ്റിക് ടെക്നിക്സ് സർജറിയിൽ കൊണ്ടുവരികയും പിന്നെ അതിനുവേണ്ടി ഉപയോഗിച്ച സൊല്യൂഷൻ ഏതാണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കുക. അതായത് ആൻറ്റിസെപ്റ്റിക് സർജറിക്ക് കാർബോളിക് ആസിഡിൻ്റെ ഉപയോഗത്തിനാണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഇന്ന് ആ പണ്ട് കാലത്തുള്ള സൊല്യൂഷൻസ് ഒന്നും അല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആദ്യമായിട്ട് ആൻറ്റിസെപ്റ്റിക് സർജറി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറയുന്നു? ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നു. പൊതുവെ കുട്ടികൾക്കുള്ളൊരു സംശയമാണ് മൈക്രോബയോളജി പഠിക്കുമ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്ന്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അനന്തനാരായണൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അനന്തനാരായണൻ സാറിൻ്റെ അല്ലെങ്കിൽ പണിക്കേഴ്സ് ബുക്ക് എന്ന് പറയും. അപ്പോൾ ആ ബുക്കായിരുന്നു ഉപയോഗിച്ച് പഠിച്ചത്. പക്ഷേ ഞാൻ നിങ്ങളോട് അത് തന്നെ പഠിക്കണമെന്ന് പറയുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കാൻ ഡെഫിനറ്റ്ലി അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. ബട്ട് അവിടെ നമുക്ക് ക്ഷമ വേണം. വളരെ ക്ഷമയോടെ ഇരുന്ന് വായിക്കാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനന്തനാരായണൻ സാറിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ബവീജ ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അനന്തനാരായണൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കണ്ടൻസിൻ്റെ വളരെ ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബുക്കാണ് ബവീജ. ഓക്കെ, ആ ബുക്ക് നോക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ INC സിലബസ് പ്രകാരം തയ്യാറാക്കിയ അപൂർവ ശാസ്ത്രിയുടെ ഒരു ബുക്കുണ്ട്, അത് വേണമെങ്കിൽ നോക്കാം. ആ ബുക്കിൽ നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ടാണ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇൻഫെക്ഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് സേഫ്റ്റിയുടെ ടോപ്പിക്സ് കൂടെ ആ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ 3 ബുക്കുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എൻ്റെ ഒരു സജഷൻ പ്രകാരം ഏറ്റവും നല്ല ബുക്ക്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാം. ദ സെൽ വാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാസില്ലി ഹാസ്, അതായത് സ്ട്രക്ചർ ഓഫ് ബാസില്ലി അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ തന്നെ. ബാസില്ലി ആയാലും ബാക്ടീരിയ ആയാലും ഗ്രാം നെഗറ്റീവും ഉണ്ട്, ഗ്രാം പോസിറ്റീവും ഉണ്ട്. അവിടെ നമ്മൾ അതിൻ്റെ മോർഫോളജിക്കൽ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ മോർഫോളജി പഠിച്ചപ്പോൾ നമ്മൾ കുറേ ഫീച്ചേഴ്സ്, അതായത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാം നെഗറ്റീവ് ബാസിലെ ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാസിലെ, അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, അതിൻ്റെ ഡിഫറൻസ് 2 മാർക്കിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദ സെൽ വാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാസിലെ ഹാസ് ടീക്കോയിക് ആസിഡ്, തിക് പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപോളിസാക്രൈഡ്, മൈക്കോലിക് ആസിഡ്. ഇതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് പറയുന്നതിന് മുന്നേ നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാസിലെയും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും തമ്മിലുള്ള അല്ലെങ്കിൽ ബാസിലെയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ സെൽ വാളിൻ്റെ തിക്നെസ് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് തിക്കറും ഗ്രാം നെഗറ്റീവ് തിന്നറുമാണ്. ഇനി അതിൻ്റെ പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവിൽ ആബ്സെൻസും ഗ്രാം നെഗറ്റീവിൽ പ്രസൻറ്റുമാണ്. ലിപ്പിഡിനെ കുറിച്ച് പറഞ്ഞാലോ, ഗ്രാം പോസിറ്റീവിൽ ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ ലിപ്പിഡ്സ്. ഗ്രാം നെഗറ്റീവിലാണെങ്കിൽ ലിപ്പിഡ്സ് ഉണ്ട്. ടീക്കോയിക് ആസിഡ് ആണെങ്കിലോ ഗ്രാം പോസിറ്റീവിൽ ഉണ്ട്, ഗ്രാം നെഗറ്റീവിൽ ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെങ്കിലോ ഗ്രാം പോസിറ്റീവിൽ 16 to 18 നാനോമീറ്റർ. ദാറ്റ് മീൻസ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് തിക്കർ ഓർ ബിഗർ ഇൻ ഗ്രാം പോസിറ്റീവ്. ഗ്രാം നെഗറ്റീവിൽ 2 നാനോമീറ്റർ. ദാറ്റ് മീൻസ്
വെരി തിൻ, വളരെ ചെറുതാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പെപ്റ്റിഡോഗ്ലൈക്കോണിനും തിക്കോയിക് ആസിഡും എന്നുള്ള 2 പോയിന്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. തിക്കോയിക് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ ഗ്രാം പോസിറ്റീവ്, പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് തിക്കൻ ഇൻ ഗ്രാം പോസിറ്റീവ്. തൊട്ട് മുന്നിലുള്ള ഓപ്ഷൻസ് നോക്കൂ. ഗ്രാം നെഗറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്, അവിടെ എന്തില്ല? തിക്കോയിക് ആസിഡ് ഇല്ല. തിക് പെപ്റ്റിഡോഗ്ലൈക്കോൺ ഉള്ളത് ഗ്രാം പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റും ഇപ്പോൾ തന്നെ നമ്മളവിടെ കട്ട് ചെയ്തു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അറിഞ്ഞുകൂടാത്തൊരു ക്വസ്റ്റ്യൻ ആയാൽ പോലും നമുക്ക് എങ്ങനെയാണ് ആ ഒരു എലിമിനേഷൻ മെത്തേഡിൽ കറക്റ്റ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരുക എന്നുള്ളത്. അതായത് സെൽ വാൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാസിലെ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില ഫീച്ചേഴ്സ് നമുക്കറിയാം. ടീക്കോയിക് ആസിഡ് എന്തിലുണ്ടെന്നറിയാം? ഗ്രാം പോസിറ്റീവിലുണ്ടെന്നറിയാം. സോ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ ഗ്രാം നെഗറ്റീവ്. അവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കട്ട് ചെയ്തു. ഇനി ഗ്രാം പോസിറ്റീവിൽ 16 to 18 നാനോമീറ്ററിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെന്നറിയാം. എന്നാൽ ഗ്രാം നെഗറ്റീവിൽ വളരെ ചെറുതാണ് 2 നാനോമീറ്റർ മാത്രമുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. സോ ഇറ്റ് ഇസ് എ തിൻ. നെഗറ്റീവ് ബാസിലെ ആണെങ്കിൽ തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. അതുകൊണ്ട് ഈ 2 ഓപ്ഷനോട് നമ്മൾ എടുത്തു കളഞ്ഞു. ഇനി നമുക്കുള്ളത് ലിപ്പോപോളിസാക്രൈഡും മൈക്കോലിക് ആസിഡുമാണ്. അതിൻ്റെ ഓപ്ഷൻസിലോട്ടൊന്ന് പോകാം. നമുക്ക് ഇതിനൊപ്പം തന്നെ ഈ സ്ട്രക്ചറും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കൂ, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ബാസിലയുടെ 2 ടൈപ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാം പോസിറ്റീവ് ബാസിലയും ഗ്രാം നെഗറ്റീവ് ബാസിലയും. അതിൻ്റെ ടൈപ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ, എല്ലാവരോടും ഞാൻ പറയുന്നില്ല, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് വായിച്ചു നോക്കാം. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഗ്രാം പോസിറ്റീവ് ബാസിലെ ആകുന്നതേത് അല്ലെങ്കിൽ അല്ലാത്തതേത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ തന്ന് താഴെ ഇതിലേതെങ്കിലുമൊക്കെ ബാസിലകൾ കൊടുത്തിരുന്നാൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ പേരുകളും അവ ഏതിൽ വരുന്നു, വെദർ ഇറ്റ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇത് സഹായിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഓർ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാസിലെ. ഇവിടെ നോക്കൂ, ഈ ഒരു പിക്ചർ സ്ട്രക്ചർ ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സെൽ വാൾ. ദിസ് ഈസ് ഗ്രാം പോസിറ്റീവ്, ദിസ് ഈസ് ഗ്രാം നെഗറ്റീവ്. ഇവിടെ ഇത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ്. ഇത് രണ്ടിലും ഉണ്ട്. നമ്മുടെ പോസിറ്റീവ് ബാക്ടീരിയ ആയാലും നെഗറ്റീവ് ബാസില ആയാലും, പോസിറ്റീവ് ബാസില ആയാലും നെഗറ്റീവ് ബാസില ആയാലും സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ അവിടെ ഉണ്ട്. എന്നാൽ പെപ്റ്റിഡോഗ്ലൈക്കോൺ ലെയർ ഇവിടെ 2ഇടത്തുമുണ്ട്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണുന്ന ഈ ഒരു ലെയർ ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. ഹിയർ ഇൻ ഗ്രാം നെഗറ്റീവ് ഇറ്റ് ഈസ് ഓൺലി 2 നാനോമീറ്റർ. ഗ്രാം പോസിറ്റീവ് ഇറ്റ് ഈസ് 16 to 18 നാനോമീറ്റർ. 18 നാനോമീറ്റർ. ഇത്രയും തിക്കായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കോൺ ലെയർ ആണ്. നെക്സ്റ്റ് അടുത്ത് വരുന്നത് ലിപ്പോ പ്രോട്ടീൻ ആണ്. എവിടെയാണ് ലിപ്പോ പ്രോട്ടീൻ ഉള്ളത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ലിപ്പോ പ്രോട്ടീൻ കാണപ്പെടുന്നു. അതായത് നമ്മുടെ ഇതാണ് പെരിപ്ലാസ്മിക് സ്പേസ്. പെരിപ്ലാസ്മിക് സ്പേസ് എവിടെയാണുള്ളത്? ഗ്രാം നെഗറ്റീവിലാണ് പെരിപ്ലാസ്മിക് സ്പേസ് ഉള്ളത്. എന്നാൽ ഗ്രാം പോസിറ്റീവിൽ ഇത് ആബ്സെന്റ് ആണ്. കാരണം ഇവിടെ ഈ ഒരു സ്പേസ് ഇവിടെ ഗ്രാം പോസിറ്റീവിൽ ഇല്ല, പെരിപ്ലാസ്മിക് സ്പേസ് ഇല്ല. അത് കഴിഞ്ഞാൽ ഔട്ടർ മെംബ്രെയിൻ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഔട്ടർ മെംബ്രെയിൻ പുറത്തായിട്ട് എന്തുണ്ട്? ലിപ്പോപോളിസാക്രൈഡ് ഉണ്ട്. ആരിലുണ്ട്? ഗ്രാം നെഗറ്റീവില് ഉണ്ട്. ഗ്രാം നെഗറ്റീവിലുണ്ട്, ഗ്രാം പോസിറ്റീവിലില്ല. ലിപ്പോപോളിസാക്രൈഡ് ഈസ് ഫൗണ്ട് ഇൻ ഗ്രാം നെഗറ്റീവ് ബാസിലെ. ടിക്കോയിക് ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ ഗ്രാം പോസിറ്റീവ് ബാസിലെ. അണ്ടർസ്റ്റുഡ്? ഇവിടെ ടിക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവിലും നമ്മുടെ ലിപ്പോപോളിസാക്രൈഡ് എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവിലുമാണ് കാണപ്പെടുന്നത്. തിരിച്ചത് കാണപ്പെടുന്നത്. ടിക്കോയിക് ആസിഡ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഗ്രാം നെഗറ്റീവ്. ലിപ്പോപോളിസാക്രൈഡ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഗ്രാം പോസിറ്റീവ്. So now you understood which is the correct answer. Go to option C. Lipopolysaccharide is only found in gram negative bacilli. Here mycolic acid is there is no significance in this bacilli. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരുക. ഇഫ് യു നോ ദ സ്ട്രക്ചർ ഓഫ് bacilli and the difference between gram negative and gram positive bacilli, you will come to correct answer. അണ്ടർസ്റ്റുഡ്? ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഈ 2 മാർക്കിന് എന്ത് ക്വസ്റ്റ്യൻ ഇതിന് ചോദിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് എഴുതത്തില്ലേ? ഈ പോയിന്റുകൾ നിങ്ങൾ കുറിച്ച് പഠിക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റുകൾ മനസ്സിലാക്കി പഠിക്കേണ്ട. അപ്പോൾ എന്നാൽ ഈ ഒരു സ്ട്രക്ചർ ബാസിലെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സെൽ വാളിനെ കുറിച്ചോ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള സ്ട്രക്ചറുകളെ കുറിച്ചോ ഇത്ര മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നും ഇതുപോലെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. കാണാതല്ല, മനസ്സിലാക്കി തന്നെ
പഠിക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഷോർട്ട് നോട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് ഗ്രാം നെഗറ്റീവ് സെൽ വാളിനെ കുറിച്ചും ഗ്രാം പോസിറ്റീവ് സെൽ വാളിനെ കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യാം, വായിച്ചു നോക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും പഠിക്കാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കി, ടോട്ടലി 6 MCQ ആണ് നമുക്കുള്ളത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ പഠിച്ചു. 2 ടോപ്പിക്, ഒന്ന് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി പഠിച്ചു. പോയിന്റ് വൈസ് മാത്രം നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചാൽ മതി, എസ്സേക്ക് ചോദിക്കത്തില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ അത് മാത്രം നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. അടുത്തത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. 1 മാർക്കോ 2 മാർക്കോ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെയും പ്രതീക്ഷിക്കുന്നത്. വളരെ റെയറായിട്ട് 5 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിക്കുക. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ടോപ്പിക്ക് നമ്മൾ ഫോക്കസ് ചെയ്തേ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് സ്റ്റെയിനിങ്? അതായത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവറോൺമെൻറ്റിൽ അറ്റ്മോസ്ഫിയറിൽ കോടാനുകോടി മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ എന്നും വൈറസസ് എന്നും ഫംഗസ് എന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് ടൈപ്പ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവ ഓരോന്നും തിരിച്ചറിയുന്നത് അതിൻ്റെ സ്ട്രക്ചറിൽ നിന്നും അതിൻ്റെ ഫീച്ചേഴ്സിൽ നിന്നുമാണ്. ഇതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നമുക്ക് ജസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ പറ്റുമോ കണ്ണുകൊണ്ട്? ഇല്ല. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ബാക്ടീരിയയെ കാണാൻ പറ്റത്തില്ല. ആ ബാക്ടീരിയകൾ കാണണമെങ്കിൽ നമുക്ക് ചില മൈക്രോസ്കോപ്പും മറ്റു ചില മെത്തേഡുകളും അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ്, അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റെയിനിങ് എന്ന് പറയും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഫോർ 5 മാർക്ക്, 2 മാർക്ക് ആൻഡ് 1 മാർക്ക്. മാക്സിമം 5 മാർക്കിനും അല്ലെങ്കിൽ 2 മാർക്കിനോ 1 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ്. ഒരുപാട് ടൈപ്സുകൾ അതിനകത്തുണ്ട്. അവ ഓരോന്നും എങ്ങനെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവിടെ ഏത് സൊല്യൂഷൻസാണ് യൂസ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ സ്റ്റെയിനിങ്ങിൻ്റെ ഒരു ടൈപ്പായിട്ടുള്ള നെഗറ്റീവ് സ്റ്റെയിനിങ്, അതിൽ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്, ഡൈ എന്താണ്, ഇന്ത്യ ഇങ്ക് ആണോ, കാർബോൾ ഫഷൻ ആണോ, ക്രിസ്റ്റൽ വയലറ്റ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ? ഇതിൻ്റെയും ആൻസർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്റ്റെയിനിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. പലതരത്തിലുള്ള സ്റ്റെയിനിങ്ങുകളുണ്ട്. വെറ്റ് സ്റ്റെയിനിങ് ഉണ്ട്, ഡ്രൈ സ്റ്റെയിനിങ് അങ്ങനെയുണ്ട്. എന്നാൽ ഇവിടെ കോമൺ ആയിട്ടുള്ള സ്റ്റെയിനിങ് ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 1 സിമ്പിൾ സ്റ്റെയിൻ, 2 നെഗറ്റീവ് സ്റ്റെയിൻ, 3 ഇംപ്രഗ്നേഷൻ മെത്തേഡ്, 4 ഡിഫറൻഷ്യൽ സ്റ്റെയിൻ. അപ്പോൾ ഡിഫറൻഷ്യൽ സ്റ്റെയിൻ വെച്ചിട്ടാണ് എപ്പോഴും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് ഗ്രാം സ്റ്റെയിൻ എന്നോ അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്നോ ആൻഡ് ആൽബർട്ട് സ്റ്റെയിൻ, ഇതിലേതെങ്കിലും പറഞ്ഞിട്ടായിരിക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും 2 സ്റ്റെയിനിങ് പറഞ്ഞിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും ചോദിക്കാം. അതുപോലെ തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കൂ, ഇതിൽ ഈ നെഗറ്റീവ് സ്റ്റെയിനിങ് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത നെഗറ്റീവ് സ്റ്റെയിനിൽ നിന്നായിരുന്നു 1 വേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നത്. എന്താ ചോദിച്ചത്? നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ എന്താണ്? ബാക്ടീരിയ ആർ മിക്സ്ഡ് വിത്ത് ഡൈസ് സച്ച് ആസ് ഇന്ത്യ പിങ്ക് ഓർ നിഗ്രോസിൻ. യെസ്, ഹിയർ വി ഗോട്ട് ദ ആൻസർ. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് സ്റ്റെയിനിങ്? ഇറ്റ് ഇസ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എ, ഇന്ത്യ ഇങ്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി ഓപ്ഷൻസ് തിരിച്ചറിയണം. ഇതൊക്കെ ഏതിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു സ്റ്റെയിനിങ്ങുകളിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് മെഥലിൻ ബ്ലൂ അല്ലെങ്കിൽ ബേസിക് ഫസിൻ എന്ന് പറയുന്ന ഡൈ. അത് ഓർത്തിരിക്കുക. അതും വേണമെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് സ്റ്റെയിനിങ് പോലെ തന്നെ ചോദിക്കാവുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ബേസിക് ഡൈ ഏതാണ്? മെഥലിൻ ബ്ലൂ ഓർ ബേസിക് ഫസിൻ ആർ യൂസ്ഡ് ആസ് എ സിമ്പിൾ സ്റ്റെയിൻ. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു? അവിടെ കോൺട്രാസ്റ്റ് കളർ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും എല്ലാ ബാക്ടീരിയകൾക്കും അവിടെ സെയിം കളർ കൊടുക്കുകയും ചെയ്യുന്നു. നെഗറ്റീവ് സ്റ്റെയിനിങ് ആണെങ്കിൽ അവിടെ ഇന്ത്യ പിങ്കോ നിഗ്രോസിൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എങ്കിൽ ഇംപ്രഗ്നേഷൻ മെത്തേഡ്സുകളിലാണെങ്കിലോ അവിടെ എന്താ ചെയ്യുന്നത്? ബാക്ടീരിയൽ സെൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ ടൂ തിൻ ടു ബി സീൻ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആർ തിക്കൺഡ് ബൈ ഇംപ്രഗ്നേഷൻ ഓഫ് സിൽവർ ഓൺ ദ സർഫസ് ടു മേക്ക് ദം വിസിബിൾ. അവിടെ എന്താ ആഡ് ചെയ്യുന്നത്? സിൽവർ. അതിൻ്റെ സർഫസ് വളരെ തിന്നായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അതിൻ്റെ സെൽ വാളിന് തിക്നെസ് കൊടുക്കാൻ വേണ്ടി സിൽവറാണ് അവിടെ ഇംപ്രഗ്നേഷൻ ചെയ്യുന്നത്. അതാണ് ഇംപ്രഗ്നേഷൻ മെത്തേഡ്. ഇനി അത് കഴിഞ്ഞാൽ ഉള്ള മെത്തേഡുകളാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനും ആൽബർട്ട് സ്റ്റെയിനും ഒക്കെ
വരുന്നത്. അപ്പോൾ ഓരോന്നും ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോട്ട് ഇറ്റ് ഡൗൺ. സ്റ്റെയിനിങ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാം. നെക്സ്റ്റ്, 4ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹുക്ക്വർം? അപ്പം ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ആ ക്വസ്റ്റ്യന് ആ ഒരു ടോപ്പിക്കിന് എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത്, അപ്പോൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിപ്പിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അതിനൊപ്പം ക്ലാസ്സുകൾ കേട്ട് പഠിച്ചതിന് ശേഷം അവർക്ക് വായിക്കാനുള്ള ഷോർട്ട് നോട്ട്സും ഇനി ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് ഉൾപ്പെടെ അതിൻ്റെ MCQs പ്രാക്ടീസ് ചെയ്യാനുള്ള MCQs ഉൾപ്പെടെ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ഞങ്ങൾ കോഴ്സിലൂടെ ഓൺലൈൻ വളരെ ചെറിയൊരു ഫീസിൽ ഓൺലൈൻ ട്യൂഷനായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് 100% കണ്ടൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അന്ന് മുതൽ നിങ്ങളുടെ എക്സാം വരെയും ആ കണ്ടൻറ്റ്സ് എല്ലാം ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിച്ച് പഠിക്കാവുന്നതും, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടായാൽ സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിച്ച് തീർക്കാനുള്ള അവസരവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കണ്ട. ഒന്നുകിൽ നിങ്ങൾ സ്വയം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അതല്ല, അത് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഓഫീസ് നമ്പർ എന്ന് പറയുന്നത് 8891127927. ഒന്നുകൂടെ പറയാം, 8891127927. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. 60 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇറ്റ്സ് മോർ ദാൻ എനഫ് ടു സ്റ്റഡി കംപ്ലീറ്റ് കണ്ടൻറ്റ്. എല്ലാ കണ്ടൻറ്റുകളും നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ്, നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, വി വിൽ കണ്ടിന്യൂ. 4th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹുക്ക്വർം? അപ്പോൾ എന്താണ് ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഒരു രോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് പകരുന്നത് അല്ലെങ്കിൽ പടരുന്നത്? ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്യൂബർക്ലോസിസ് സ്പ്രെഡിങ് ത്രൂ ദ എയർ ഡ്രോപ്ലെറ്റ്സ്. ഒരാൾ ട്യൂബർക്ലോസിസ് ഉള്ള ഒരു വ്യക്തി അവിടെ സ്നീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കഫ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും എയർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തോട്ടെത്തുന്ന മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലൈ എന്നുള്ള ഓർഗാനിസം അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു വ്യക്തി ആ എയർ ശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ ഇത് ആ വ്യക്തിയുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും അവിടെ എന്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നു? ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് ഹുക്ക്വർം. പലതരത്തിലുള്ള ആൻറ്റി ഹെൽമെന്തിക് അല്ലെങ്കിൽ ഹെൽമെന്തിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഹുക്ക് വേം എങ്ങനെയാണ് പടരുന്നത്? ഓപ്ഷൻ എന്തൊക്കെയാണ്? ബൈറ്റ് ഓഫ് മെസ്കിറ്റോ. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് മസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ് സം വേംസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബൈറ്റ് ഓഫ് മെസ്കിറ്റോ. സെക്കൻഡ് വൺ, പെനിട്രേഷൻ ഓഫ് ദ സ്കിൻ ബൈ ലാർവ. ഓപ്ഷൻ സി, ഇൻഹലേഷൻ ഓഫ് സ്പോർസ്. ഓപ്ഷൻ ഡി, ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇതിന്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് ആ കണ്ടന്റ് തന്നെ നമുക്കൊന്ന് പഠിക്കാം. ഇവിടെ നോക്കൂ, എൻസൈക്ലോസ്റ്റോമ ഡിയോഡിനലെ. എൻസൈക്ലോസ്റ്റോമ ഡിയോഡിനലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല. ഡിയോഡിനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ തന്നെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് റീജിയനെയാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിയോഡിനവുമായിട്ട് ഈ വേമിന് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന് എന്തോ പ്രാധാന്യം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേമിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? എൻസൈക്ലോസ്റ്റോമ ഡിയോഡിനെ എന്ന് പറയുന്നു. ദാറ്റ്സ് മീൻ ഹുക്ക്വർം. ഹുക്ക്വർമിൻ്റെ മറ്റൊരു പേരാണിത്. ഇത് എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ കൺട്രീസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് എവിടെയാണ് ജീവിക്കുന്നത്? ഹാബിറ്റാറ്റ് എവിടെയാണ്? ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എവിടെയാണ്? അഡൽട്ട് വേം റിസൈഡ്സ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓഫ് മാൻ, പർട്ടിക്കുലർലി ഇൻ ജെജുനം. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ, മനുഷ്യൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ എക്സ്പെഷ്യലി ജെജുനത്തിലാണ് ഇത് കൂടുതലായിട്ട് അഡൽട്ട് വേം കാണപ്പെടുന്നത്. ഇതിൻ്റെ മോർഫോളജി, അതിൻ്റെ സ്ട്രക്ചർ, ഹുക്ക് വേം 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 10 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട, 10 മാർക്കിന് ചോദിക്കാറില്ല. എന്നാൽ 5 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ഹുക്ക് വേം. റെയർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ സിലബസിൽ നിങ്ങൾക്ക് ഹുക്ക് വേമിനെ കുറിച്ച് ഡയറക്റ്റ്ലി അത് മെൻഷൻ ചെയ്തിട്ടില്ല.
അവിടെ പാത്തോജനിക് ഓർഗാനിസംസ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ എക്സാമിന് ഒരുപാട് പാത്തോജനിക് ഓർഗാനിസം പല തരത്തിലുള്ള ചോദിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ് about hookworm. What is the morphology? What is mean by morphology? It's talking about the structure. അഡൽട്ട് വേമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഹുക്ക് വേം എന്ന് പറഞ്ഞാൽ ചെറുതും പിങ്കിഷ് കളറും ഫ്യൂസിഫോം ഷേപ്പിലും കാണപ്പെടുന്നതാണ് അഡൽട്ട് വേം. ആൻറ്റീരിയർ എൻഡ് എന്ന് പറയുന്നത് കേർവ്ഡ് ആയിട്ടും ഫീമെയിൽ വേം 13 മില്ലിമീറ്ററും നീളവും 0.6 മില്ലിമീറ്റർ വീതിയും ആ ഒരു പോസ്റ്റീരിയർ എൻഡിൽ പോയിന്റഡുമായിട്ടാണ് കാണപ്പെടുന്നത്. മെയിൽ വേം ആണെങ്കിൽ 11 മില്ലിമീറ്റർ, അതായത് കുറച്ചുകൂടി ഫീമെയിൽ വേമിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്, വലിപ്പം കുറവാണ്. 11 മില്ലിമീറ്റർ നീളവും 0.4 മില്ലിമീറ്റർ വീതിയും മാത്രമാണിത് കാണപ്പെടുന്നത്. നെക്സ്റ്റ്, ഓറൽ ക്യാവിറ്റി ഹാസ് സിംഗിൾ പെയർ ഓഫ് ഡോർസൽ ടീത്ത് ആൻഡ് 2 pairs ഓഫ് വെൻട്രൽ ടീത്ത് which help the worm to get attached to the mucosa. ഇൻഡസ്റ്റൈനിനുള്ളിൽ ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ, അവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? സം പാർട്ട് ഷുഡ് ഹെൽപ്പ് ടു ഹുക്ക് ദെയർ, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കണം. അതാണ് ഓറൽ ക്യാവിറ്റിയിലെ ടീത്തുകൾ. ഇവിടെ അഡൽട്ട് വേമിന് സിംഗിൾ പെയർ ഡോർസൽ ടീത്തും അവിടെ വെൻട്രൽ ടീത്തായിട്ട് 2 പെയർ ടീത്തുമാണ് കാണപ്പെടുന്നത്. ഇത് തന്നെ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളിൽ മ്യൂക്കസിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. നൗ യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ അഡൽട്ട് വേം. നെക്സ്റ്റ്, വേംസ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതവിടെ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. ആ എഗ്ഗിൻ്റെ ഫീച്ചേഴ്സും കൂടി നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് ഓവൽ 70 mu and into 40 mu ആണ് അതിൻ്റെ സൈസ്. ദിസ് ഹാസ് thin outer shell enclosing a segmented ovum with 4 segments. അതിൻ്റെ ഓവം, അതിനുള്ളിൽ ഷെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഓവത്തിൽ 4 സെഗ്മെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. there is a clear space between egg shell and segmented ovum. it floats in saturated saline. it is non bile stained. bile stain ഒന്നുമില്ല. സലൈനിൽ ഫുള്ളി ഫ്ലോട്ട് ചെയ്താണ് കാണപ്പെടുന്നത്. പുറമേയുള്ള എഗ് ഷെല്ലും അതിനുള്ളിലെ ഓവവും തമ്മിൽ ചെറിയൊരു അകലം അതിനുള്ളിൽ കാണപ്പെടുന്നു. കാരണം അതായത് ടൈറ്റ് ആയിട്ടല്ല അവിടെ ഓവം കാണപ്പെടുന്നത്. ഈ ഓവത്തിൽ 4 സെഗ്മെൻറ്റ്സ് കാണപ്പെടുന്നു. ടോട്ടലി ഈ ഒരു എഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് 75 into 40 mu ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഹുക്ക് വേം? എങ്ങനെയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ? നോക്കൂ. The adult worm lives in a small intestine of a man attached to the mucosa. Suppose എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഹുക്ക് വേം ഉണ്ട്. ഹുക്ക് വേം എവിടെയാണ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ അതിൻ്റെ പല്ലുകൾ കൊണ്ട് അവിടെ ഫിക്സ് ചെയ്ത് കാണപ്പെടുന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ലേസ് എഗ് വിച്ച് ആർ പാസ്ഡ് ഔട്ട് വിത്ത് സ്റ്റൂൾ. ഓക്കെ, നമ്മുടെ ജജനത്തിനുള്ളിൽ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനുള്ളിൽ ഇതിനുള്ളിൽ അറ്റാച്ച് ചെയ്തുന്ന വേംസ് അവിടെ എഗ് പ്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഫീമെയിൽ ഹുക്ക് വേം ഉണ്ട്, മെയിൽ ഹുക്ക് വേം ഉണ്ട്. ഇവിടെ ഫീമെയിൽ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ മെയിൽ അവിടെ എന്ത് ചെയ്തു? മെയിലും ഫീമെയിലും ചേർന്ന് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ എഗ് ആ മനുഷ്യൻ പാസ് ചെയ്യുന്ന സ്റ്റൂളിലൂടെ, ആ ഒരു ഹ്യൂമൻ പാസ് ചെയ്യുന്ന സ്റ്റൂളിലൂടെ അത് പുറത്തോട്ട് വരുന്നു. ദ ലാർവേ ഡെവലപ്പ് ഫ്രം എഗ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഹോസ്റ്റ്. ഇത് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഈ ലാർവ അവിടെ എഗ്ഗിനുള്ളിൽ നിന്നും ആ ലാർവ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഫ്രഷ്ലി പാസ്ഡ് എഗ് കണ്ടെയ്ൻ സെഗ്മെന്റഡ് എംബ്രിയോ ആൻഡ് ഇൻ 24 hours ഫ്രീ ലിവിങ് റാബിറ്റിഫോം ലാർവ ഈസ് ലിബറേറ്റഡ്. അതിനുള്ളിലുള്ള ആ എഗ് നമ്മുടെ പുറമേ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ പുറം എൻവറോൺമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അത് ലാർവ അവിടെ റിലീസ് ചെയ്യുന്നു. ആഫ്റ്റർ 7 to 8 days റാബിറ്റിഫോം ലാർവ മൗൾട്ട് twice, once on 3rd day and second on 5th day, and it transform into filariform larvae which is infective. 5 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6, 7, 8 അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് ഫിലറിഫോം ഫോമിലുള്ള ലാർവയായിട്ട്, അതായത് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ലാർവയായിട്ട് അവിടെ മാറുന്നു. ഓൺ കമ്മിങ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്കിൻ ഓഫ് ഫുഡ്, മറ്റൊരു വ്യക്തി ആ ഒരു ലാർവ ഉള്ള മണ്ണിൽ ബെയർ ഫുഡിൽ, അതെന്താ പറയുക, കാലിൽ ചെരുപ്പോ അല്ലെങ്കിൽ കവറിങ്സോ ഒന്നുമില്ലാതെ സ്കിന്നിൽ ഒരു വൂണ്ടുള്ള, ഒരു കട്ടുള്ള, ഒരു എക്സാമ്പിൾ പറയുക, നമ്മുടെ കാലിൻ്റെ ഹീലൊക്കെ ഒന്ന് പൊട്ടിയിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ കാണുന്നില്ല, പക്ഷെ മണ്ണിൽ തൊട്ട സമയത്ത് അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടുമ്പോൾ ഈ ഒരു ലാർവ അവരുടെ ആ ബ്രോക്കൺ സ്കിന്നിലൂടെ പെനിട്രേറ്റ് ചെയ്യുന്നു ഇൻറ്റു ഹെയർ ഫോളിക്കിൾ ഓർ ബോസ് ത്രൂ ഇൻടാക്ട് സ്കിൻ ടു റീച്ച് റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ട്.
അണ്ടർസ്റ്റുഡ്? ആ ശരീരത്തിന്റെ സ്കിന്നിലൂടെ. Now we got the answer. How it is transmitting or mode of transmission of the hookworm is through skin. Okay? അവിടെ എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ സ്കിന്നിൽ എത്തിച്ചേരുകയും സ്കിന്നിലൂടെ അല്ലെങ്കിൽ ഇൻഡാക്ട് സ്കിന്നിലൂടെ അത് ബ്ലഡിൽ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ എത്തിച്ചേരുകയും ചെയ്ത്. എങ്ങനെ എത്തിച്ചേരും? ത്രൂ ലിംഫാറ്റിക് സിസ്റ്റം ഓർ ത്രൂ വീനസ് ബ്ലഡ്. വീനസ് ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ ലിംഫിലൂടെയോ ഇത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ എത്തിച്ചേരുന്നു. thereafter larva reach lungs. അത് അവിടെ നിന്ന് ലങ്സിലെത്തുന്നു. ഏതുവഴി? ആൽവിയോലയിലൂടെ, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ലങ്സിലെത്തുകയും അത് അവിടെ നിന്ന് ആൽവിയോലാർ സ്പേസ്, നമ്മുടെ ലങ്സിനുള്ളിലുള്ള ഏറ്റവും മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആയിട്ടുള്ള ആൽവിയോലയിൽ എത്തുകയും ചെയ്യുന്നു. ഫ്രം ആൽവിയോലാർ സ്പേസ് ലാർവ റീച്ചസ് ബ്രോങ്കിയോൾസ്, ട്രക്കിയ. ഈ ഓർഗൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. ബ്രോങ്കിയോൾസും ട്രക്കിയയും ലാരിങ്സിലും അവിടെ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം അവിടെ അവിടെ നിന്ന് സ്റ്റൊമക്കിലോട്ട് എത്തുകയും ചെയ്യുന്നു. ഓൺ റീച്ചിങ് ഡ്യോണിന് വീണ്ടും അത് അവിടെ തിരിച്ചെങ്ങോട്ടെത്തും? ഡ്യോണിലെത്തുന്നു, പിന്നെ ജജനത്തിലെത്തുന്നു, അടുത്ത വ്യക്തിയുടെ ജജനത്തിലെത്തുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? 5 മുതൽ 7 ആഴ്ച കഴിയുമ്പോൾ അവിടെ ലാർവ വീണ്ടും വളർന്ന് സെക്ഷുവലി മെച്യൂർ ആയിട്ടുള്ളൊരു ഹൂക്ക്വേമായിട്ട് വീണ്ടും മാറുന്നു. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഹൂക്ക്വർം. നൗ യു അണ്ടർസ്റ്റുഡ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വയറിൽ ഉണ്ടാകുന്ന, ഇൻഡസ്റ്റൈനിൽ ഉണ്ടാകുന്ന ഹൂക്ക്വർം അവിടെ എങ്ങനെ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്ത് അതെങ്ങനെ തിരിച്ച് മണ്ണിൽ പോയി മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ എങ്ങനെ അത് സ്കിന്നിലൂടെ കയറി ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലെത്തുന്നു. അവിടെ നിന്ന് അത് ബ്ലഡ് വഴിയും ലിംഫ് വഴിയും ശരീരത്തിൽ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള പല ഭാഗങ്ങളിലെത്തുന്നു. അവിടെ നിന്ന് അത് വീണ്ടും ആ വ്യക്തിയുടെ സ്റ്റൊമക്കിലൂടെ, ഡിയോഡനത്തിലൂടെ സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തുന്നു. അവിടെ വീണ്ടും അത് മെച്യൂർ ആയിട്ടുള്ള അഡൽട്ട് ഫോമിലായി മാറുന്നു. Have you understood? Now we will go to the question. Option A, bite of mosquito? No. Second one, penetration of skin by larva. Yes, of course it is correct. Inhalation of spore തെറ്റാണ്. ഇഞ്ചക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറും തെറ്റാണ്. ഒരിക്കലും അതങ്ങനെ നടക്കത്തില്ല. സ്കിൻ വഴിയാണ് ഈ ഒരു ലാർവ, നമ്മുടെ ഹുക്ക്വേമിൻ്റെ ലാർവ ശരീരത്തിൽ കയറുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരെ, അതായത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഈ ഒരു വേംസിൻ്റെ ഒരു ഹുക്ക്വേമിൻ്റെ 5 മാർക്കിന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലൈഫ് സൈക്കിളാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് എവിടെ കാണപ്പെടുന്നു, അതിൻ്റെ ഹാബിറ്റാറ്റ് എവിടെയാണ്, അതിൻ്റെ മോർഫോളജി എന്താണ്, എഗ്ഗിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്താണ്, അതിൻ്റെ പാത്തോജനിസിറ്റി എന്താണ്, എങ്ങനെ നമ്മൾ കൺഫേം ചെയ്യും. സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെയും മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെ നേക്കഡ് ഐ കൊണ്ടും എക്സാമിൻ ചെയ്യാം, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനും ചെയ്യാം അല്ലേ. അതുപോലെ ഡ്യൂണൽ കണ്ടൻസ്, അഡൽട്ട് വേമിൻ്റെ ഓവത്തിൻ്റെ ഡ്യൂണൽ കണ്ടൻസ് സ്റ്റഡി ചെയ്യുന്നത് വഴിയും നോക്കാം. ബ്ലഡ് എക്സാമിനേഷൻസ് ചെയ്യാം. ഇതെല്ലാം വഴിയാണ് നമ്മൾ ഈ ഒരു രോഗമാണ് അല്ലെങ്കിൽ ഈ ഒരു ഹുക്ക്വേം കൺഫേം ചെയ്യുന്നത്. ഹൗ വി ക്യാൻ ട്രീറ്റ്? ത്രൂ ആൻഹെൽമിന്റിക് മെഡിസിൻസ്. മെബൻഡസോൾ usually we will give, and if there is more hookworms in the human body, it will leads to anemia. So to prevent anemia or treat anemia, iron supplementation, folic acid supplementation, vitamin B12 supplementation നമുക്ക് കൊടുക്കാം. This is all about hookworm. Now you understood? അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു 5 മാർക്കിൻ്റെ ഹുക്ക്വേം നിങ്ങൾ അവിടെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് രീതിയിലെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഏത് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 5 മാർക്കോ 2 മാർക്കോ 1 മാർക്കോ ഉള്ള ക്വസ്റ്റ്യൻ. ഈ രീതിയിലാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും പഠിക്കേണ്ടത്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഈസ്റ്റ് ലൈക്ക് ഫംഗൈ? അതായത് നമ്മൾ ഫംഗസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അവിടെ 2 രീതിയിൽ, പ്രധാനമായിട്ട് 2 ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈസ്റ്റ് ലൈക്ക് ഫംഗൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇതിലേതാണ് ഈസ്റ്റ് ലൈക്ക് ഫംഗൈ? ക്രിപ്റ്റോകോക്കസ് ആണോ, കാൻഡ ആണോ, റൈസോപ്പസ് ആണോ, എസ്പെർജില്ലസ് ആണോ? വിൽ ഗോ ടു ക്ലാസിഫിക്കേഷൻ. ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷനിൽ വരുന്നതാണ് ഫംഗസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് അതിൽ പോകുന്നില്ല, എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, കോസറ്റീവ് ഫംഗൽ ഏജൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 തരത്തിലാണ് അവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒന്ന് ഈസ്റ്റ് ലൈക്ക് ഫംഗൈ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാർട്ട്. രണ്ടാമത്തത് ഫിലമെൻറ്റസ് ഫംഗൈ. അങ്ങനെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഈസ്റ്റ് ലൈക്ക് ഫംഗയിലാണ് കാൻഡ വരുന്നത്, പിന്നെ ടൊർലോപ്സിസ് വരുന്നത്, ക്രിപ്റ്റോകോക്കസ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. ഈ 2 ഓപ്ഷനും എവിടെയുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഈസ്റ്റ് ലൈക്ക് ഫംഗയിൽ 2 ഓപ്ഷൻ, കാൻഡിഡയും വരുന്നുണ്ട്, ക്രിപ്റ്റോകോക്കസും വരുന്നുണ്ട്. ക്രിപ്റ്റോകോക്കസും കാൻഡയും 2ഉം ഈസ്റ്റ് ലൈക്ക് ഫംഗയിൽ വരുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തും? ആസ്പെർജില്ലസും റൈസോപ്പസും നോക്കൂ, എവിടെയാണ് വരുന്നത്? ഇത് 2ഉം ഫിലമെൻറ്റസ് ഫംഗയ്ക്ക് എക്സാമ്പിളാണ്. നമുക്ക് അതുകൊണ്ട് 2 ഓപ്ഷനും അവിടെ
കട്ട് ചെയ്യാം. ഫിലമെന്റസ് ഫംഗയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള റൈസോപ്പസും ആസ്പെർജില്ലസും. ഇനി ഈസ്റ്റ് ലൈക്ക് ഫംഗ ഏതാണെന്ന് എക്സാക്ട്ലി, അതായത് ഈ രണ്ട് ഫംഗസിൻ്റെയും ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിൽ നിന്നും കൃത്യമായിട്ട് എത്തിച്ചേരണം. ക്രിപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് വൈൽ ഓഫൺ ഗ്രൂപ്പ്ഡ് വിത്ത് ഈസ്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് ബഡിങ് നാച്ചർ ഇറ്റ് ഇസ് ടിപ്പിക്കലി ക്ലാസിഫൈഡ് ആസ് എ ട്രൂ ഈസ്റ്റ്. ക്രിപ്റ്റോകോക്കസിനെ എന്ത് പറയുന്നു? ട്രൂ ഈസ്റ്റ് എന്നാണ് പറയുന്നത്. ഈസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഈസ്റ്റ് ലൈക്ക് ആസ് ഇറ്റ് ഡസ് നോട്ട് ടിപ്പിക്കലി ഫോം എ സ്യൂഡോ ഹൈഫിൽ സ്ട്രക്ചർ സീൻ ഇൻ കാൻഡിഡ. കാൻഡിഡയിൽ പോകുന്ന പോലെ എക്സാക്ട്ലി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുമെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാൻഡിഡ ആണ്. ഇത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളിലും അത് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഒന്ന് ഓർത്തിരിക്കുക, സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോകോക്കസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതെടുക്കാം. അതല്ല ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ളത് കാൻഡിഡയാണ്, അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ MCQ. അപ്പോൾ നമ്മുടെ ഈ തൊട്ട് മുന്നത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി, 5 ആൻസർ നിങ്ങൾക്ക് ശരിയായിട്ട് അറിയാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഈസ് ആൻ example for which type of hypersensitivity? Very very important topic. 10 mark essay, 5 mark question, 2 mark question, 1 mark question. ക്വസ്റ്റ്യൻ പേപ്പറിൽ, മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് തവണ 10 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റീനെ നമ്മൾ പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 അങ്ങനെ പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഏത് തരം ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കൂ, പല ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ടൈപ്പ് 4 മാത്രമേ പറയുന്നുള്ളൂ. എല്ലാതരം ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഒന്നും മതിയാകത്തില്ല. ഒരു 2 മണിക്കൂർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ എല്ലാ ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. യു ഹാവ് ടു ഗെറ്റ് ആൻഡ് യു ഷുഡ് തറൗലി സ്റ്റഡി all types of hypersensitivity. ഇവിടെ നമുക്ക് ടൈപ്പ് 4 നോക്കാം. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഡിലേഡ് ഓർ സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻ. എന്തുകൊണ്ട് നമ്മൾ ടൈപ്പ് 4 മാത്രം പറയുന്നു? ബിക്കോസ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഈസ് എ ടൈപ്പ് ഓഫ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഓക്കെ, അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ റിയാക്ഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ സെൻസിറ്റൈസ്ഡ് T ലിംഫോസൈറ്റ്സ്. അതും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ത് മീഡിയേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ T ലിംഫോസൈറ്റ് ആണ്. എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഏത് ആൻറ്റിജൻ ആണോ നമ്മുടെ ശരീരവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്, ആ ആൻറ്റിജനുമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ് മീഡിയേറ്റ് ചെയ്യുന്നത്? T ലിംഫോസൈറ്റ് ആണ് അവിടെ റിയാക്ഷൻ ചെയ്യുന്നത്. മറ്റെല്ലാ ഹൈപ്പർ സെൻസിറ്റിവിറ്റി സർക്കുലേഷനേക്കാൾ അല്ലെങ്കിൽ ആ റിയാക്ഷൻസിനേക്കാളും അവിടെ മറ്റുള്ള ടൈപ്സുകളെല്ലാം തന്നെ സർക്കുലേറ്ററി ആൻറ്റിബോഡീസ് ആണ്. ഇവിടെ സർക്കുലേറ്ററി ആൻറ്റിബോഡി അല്ല. ടൈപ്പ് 4 അല്ലെങ്കിൽ ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കേഴ്സ്, അതിനുള്ള സമയം എന്ന് പറയുന്നത് വിത്തിൻ 48 to 72 hours ആണ്. As it is not antibody mediated, it cannot be passively transferred by serum. ബ്ലഡിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് മൂവ് ചെയ്യാനും പറ്റത്തില്ല. ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ ലിംഫോസൈറ്റ്. ഇത് എന്ത് വഴി ട്രാൻസ്ഫർ ചെയ്യാം? ട്രാൻസ്ഫർ ഫാക്ടർ വഴിയോ അല്ലെങ്കിൽ ലിംഫോസൈറ്റ് വഴിയോ ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് പകരം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലോട്ട് പോകാം. 2 types of delayed hypersensitivity reactions are well recognized. ഏതൊക്കെയാണ്? ഒന്ന് ട്യൂബർക്ലിൻ ഇൻഫെക്ഷൻ ടൈപ്പ്, സെക്കൻഡ് വൺ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ടൈപ്പ്. ഇപ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? ഏത് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിൽ വരുന്നത്? ദാറ്റ് ഈസ് ടൈപ്പ് 4 ഡിലേഡ് അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻ. നമ്മുടെ ട്യൂബർക്ലിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ മോണ്ടോക്സ് ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ട്യൂബർക്ലിൻ ഇഞ്ചക്ഷൻ ടൈപ്പ്, വെൻ എ സ്മോൾ ഡോസ് ഓഫ് ട്യൂബർക്ലിൻ ഈസ് ഇൻജക്റ്റഡ് ഇൻട്രാഡെർമലി ഇൻ ആൻ ഇൻഡിവിജ്വൽ സെൻസിറ്റൈസ്ഡ് ടു ട്യൂബർക്ലോപ്രോട്ടീൻ ബൈ പ്രയോർ ഇൻഫെക്ഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് എരിത്തിമ ആൻഡ് സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ചുമന്ന തടിപ്പിനെ എന്ത് പറയുന്നത്? ഇൻഡ്യൂറേഷൻ എന്നാണ് പറയുന്നത്. എപ്പോഴാണോ നമുക്ക് ആ ഒരു ട്യൂബർക്ലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, ഒരു ഡോസ് അവിടെ നമ്മൾ PPD ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ PPD എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്. അവിടെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇൻട്രാഡെർമൽ സ്കിന്നിന് തൊട്ട് അടിയിലുള്ള ഇൻട്രാഡെർമൽ ലെയറിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു. നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നു. അവിടെ എന്തുണ്ടാകും? എരിത്മ അല്ലെങ്കിൽ സ്വെല്ലിംഗ് അവിടെ ഉണ്ടാകുന്നു.
48 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനുള്ളിലാണ് അവിടെ ആ ഒരു സ്വെല്ലിംഗ് അവിടെ ഉണ്ടാകുന്നത്. അത്രയും സമയം നമ്മളത് ഒബ്സർവ് ചെയ്യണം. ഇഞ്ചക്ഷൻ സൈറ്റ് ഈസ് ഇൻഫിൽട്രേറ്റഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സ് ആൻഡ് അബൌട്ട് 10 to 12% മാക്രോഫേജസ്. അവിടെ ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത സൈറ്റ് എന്ത് ചെയ്യുന്നു? ലിംഫോസൈറ്റുകൾ കൊണ്ട് നിറയുന്നു, റിയാക്ഷൻ നടക്കുന്നു. ഇൻ അൺസെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽസ് ദ ട്യൂബർക്കുലിൻ ഇഞ്ചക്ഷൻ പ്രൊവോക്സ് നോ റെസ്പോൺസ്. അവിടെ ട്യൂബർക്കുലിൻ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ട്യൂബർക്കുൽ ബാസിലെ ഇല്ലാത്തവർക്ക് അവിടെ ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കില്ല. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് 4 റിയാക്ഷൻ ഏതാണ്? കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ടൈപ്പ്. അതായത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി മേ സംടൈംസ് ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് സ്കിൻ കോണ്ടാക്ട് വിത്ത് ദ റേഞ്ച് ഓഫ് സെൻസിറ്റൈസിങ് മെറ്റീരിയൽസ് സച്ച് as നിക്കൽ, chromium, drugs such as penicillin or other antibiotics, or in ointments, or some simple chemicals like hair dye, picryl chloride, ഡൈനൈട്രോക്ലോറോബെൻസിൻ, കോസ്മെറ്റിക്സ്, സോപ്പ്, ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സ്കിന്നിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറേ സമയം കഴിയുമ്പോൾ ഇച്ചിങ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലൂടെ അല്ല ഒരു റിയാക്ഷൻ നടക്കുന്നത്, സ്കിൻ കോണ്ടാക്റ്റിലൂടെ, സ്കിന്നിൻ്റെ സെൻസിറ്റൈസേഷനിലൂടെ ഡിലേഡ് റിയാക്ഷനാണ്, സെൽ മീഡിയേറ്റഡ് റിയാക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. സോ ദീസ് ആർ ദ 2 types of reaction occurs in type 4 hypersensitivity. So now you understood about the 6 important topic. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. സെലക്റ്റീവായിട്ട് ഓരോ ചാപ്റ്ററും കടൽ പോലെ ഉണ്ട് എന്ന് വിചാരിച്ച് ടെൻഷനായിട്ടിരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക, ആ ടോപ്പിക്സ് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾ ഒരു പ്രാവശ്യം പഠിക്കുന്ന കാര്യങ്ങൾ പിന്നീട് മറന്നു പോകാതിരിക്കത്തുള്ളൂ. മൈക്രോബയോളജി ഈസ് നോട്ട് എ സിമ്പിൾ സബ്ജക്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി. ഇറ്റ് നീഡ്സ് പേഷ്യൻസ്. നിങ്ങളൊരു ക്ഷമയോട് കൂടി ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പഠിച്ചു തീർക്കാനും മനസ്സിലാക്കിയെടുക്കാനും പറ്റത്തുള്ളൂ. ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമുള്ളത് എല്ലാം കാണാതെ പഠിക്കുക. മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കുക. ബട്ട് അത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ. പിന്നെ ഒരിക്കൽ നിങ്ങൾ ലൈഫിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്കല്ല അത് ഓർമ്മ കിട്ടത്തില്ല. സോ അതിനേക്കാളും പഠിക്കുന്ന ടോപ്പിക്സ് അത്രയും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. കോഴ്സിന് താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.